ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഐ ആം ഹിയർ. അതെ, ഞാനിവിടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് എന്താണെന്നറിയാമോ? കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ 733/2025 ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് DME ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള JLAയുടെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. 2026 10 മാസം 3-ാം തീയതി ഒക്ടോബർ 3. ഓക്കെ അല്ലേ? നമുക്ക് മുന്നിൽ എത്ര ദിവസമുണ്ട്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓണത്തിൻ്റെ അവധിയൊക്കെ നന്നായിട്ടിരുന്ന് യൂസ് ചെയ്യേണ്ട സമയമാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസമാണ് നമ്മുടെ മുന്നിൽ ആകപ്പാട് ഉള്ളത്. ജൂലൈന് കൂട്ടണ്ട. ഈ 2 മാസം കൊണ്ടാണ് +1 +2 ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏകദേശം പഠിക്കാനുണ്ട്. കൂടാതെ VHSC ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അറിയാം, DMLT MLTക്കാർക്കും അറിയാം, ഏകദേശം ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, പിന്നെ ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ജസ്റ്റ് ആ സിലബസിലൂടെ ഒന്ന് ഓടിച്ചു പോവാം. ഫസ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്ന MLTയുടെ 50 മാർക്സാണ്. 50 മാർക്ക് നമുക്ക് എവിടെ നിന്നാണ്? MLT ടോപ്പിക്സിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ്സാണ് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കുറച്ചായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയതും. തീർന്നിട്ടില്ല, തീർക്കാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫോളോ ചെയ്യുന്നവർക്ക് ജസ്റ്റ്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്വയം പഠിക്കുന്നവരാണെങ്കിൽ കൂടി ജസ്റ്റ് പ്ലേ ചെയ്ത് വെച്ച് പോയാൽ നിങ്ങൾക്ക് അതൊരു റിവിഷൻ എങ്കിലും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മീൻസ് കേട്ടെടുത്തോളം, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തെടുത്തോളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഫസ്റ്റ് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആയിരുന്നു, നമ്മൾ ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ എനിക്ക് സിലബസ് അനുസരിച്ചല്ല ഞാൻ പോയത്, നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന VHSC MLTയുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണ് പോകുന്നത്. അപ്പം അവിടെ വന്ന് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോയത്. പക്ഷേ നമ്മുടെ അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്ലഡ് ആൻഡ് ഫ്ലിബറ്റമി ആയിരുന്നു. 10 മാർക്കിന് അവിടെയുള്ള കാര്യങ്ങളായിരുന്നു പഠിക്കേണ്ടത്. കൂടെ ഹെമറ്റോളജിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഹെമറ്റോളജിയിലും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. കോമൺ ആയിട്ട് ആക്ച്വലി അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ പഠിച്ചേ പറ്റൂ അല്ലേ. ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്യൂണോ ഹെമറ്റോളജി ഉണ്ട് 3 മാർക്കിന്. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലിബറ്റമിയും നമുക്ക് പഠിക്കാനുണ്ട്. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് 15 മാർക്കിന് ക്ലിനിക്കൽ പത്തോളജി ആയിരുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു 5 മാർക്കിൻ്റെ ക്ലിനിക്കൽ പത്തോളജി അല്ലേ. അതായത് തേർഡ് മോഡ്യൂളിൽ മൊത്തം 15 മാർക്കാണ്. അതിൽ 5 മാർക്ക് വരുന്നത് ക്ലിനിക്കൽ പത്തോളജിയാണ്. യൂറിൻ്റെയും സ്പ്യൂട്ടം, സ്റ്റൂള്, സെമൻ, CSF ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ബയോ കെമിസ്ട്രി ഇപ്പോൾ നമ്മൾ റണ്ണിങ് ആണ് അല്ലേ. നമ്മൾ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ പറഞ്ഞു, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് പറഞ്ഞു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പറഞ്ഞു. ഇനി നമുക്കുള്ളത് അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് അത് ടെക്സ്റ്റുള്ള എന്തൊക്കെയാണോ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ മോഡ്യൂളിലുള്ളതാണ് ഓട്ടോമേഷൻ ഇൻ ബയോ കെമിസ്ട്രി. അടുത്ത മോഡ്യൂൾ 12 മാർക്കിൻ്റെതാണ്. അതിൽ 5 മാർക്സ് മൈക്രോബയോളജിയാണ് വരുന്നത്. മൈക്രോബയോളജിയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് വരുന്നുണ്ട്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ വരുന്നുണ്ട്, പാരസൈറ്റോളജി വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മലേറിയയും ഫൈലേറിയാസിസും. ഇതൊക്കെ ആകെ 2 മാർക്കിനേ ഉള്ളൂ, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി ഇതൊക്കെ വരുന്നുണ്ട്. എന്തെന്ന് പറയുന്നത് 5 മാർക്കിന് ഈ മൊഡ്യൂളിൽ ഡയഗ്നോസ്റ്റിക് സൈറ്റോളജിയും വരുന്നുണ്ട്. പിന്നെ ഇത്രയുമാണ് നമ്മുടെ MLTയുടെ 50 മാർക്കിന്. അതായത് ഏകദേശം എന്തൊക്കെ പഠിച്ചു? ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സ് പഠിച്ചു, സൈറ്റോ പത്തോളജി, ക്ലിനിക്കൽ പത്തോളജി ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാമേ. അതായത് ബേസിക് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്ലഡ് ആൻഡ് ഫ്ലിബറ്റമി എന്നും ഹെമറ്റോളജി എന്നും ഒരു ടോപ്പിക് ഉണ്ട്. ബ്ലഡ് ബാങ്കിങ് വരുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ഫ്ലിബറ്റമി ഉണ്ട്, ക്ലിനിക്കൽ പത്തോളജി ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. മൈക്രോബയോളജിയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉണ്ട്, ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പാരസൈറ്റോളജി ഉണ്ട്. മൈക്രോയിലെ പാരസൈറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്ക് മലേറിയ, ഫൈലേറിയ കാര്യങ്ങൾ, ഹിസ്റ്റോ ടെക്നോളജിയും സൈറ്റോളജിയുമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂടിയേ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മളത് ഫോളോ ചെയ്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 മാസത്തെ സമയമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള ബാക്കി 50 മാർക്ക്, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. അതിൽ ഫിസിക്സ് എന്നാണ് 15 മാർക്ക് ഉള്ളത്. ഫിസിക്സിൽ എന്തൊക്കെയാണ്? +1 +2 ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിലുള്ളതൊക്കെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് വരുന്നുണ്ട്, കൈനമാറ്റിക്സ് വരുന്നുണ്ട്, ഡൈനാമിക്സ് വരുന്നുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, ഓസിലേഷൻ ആൻഡ് വേവ്സ് വരുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. പിന്നെ തീരുന്നില്ല, റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ് ഉണ്ട്, മോഡേൺ ഫിസിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, പിന്നെ സെമി കണ്ടക്ടർ ഫിസിക്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ഇത്രയും, അതായത് നമ്മൾ ഏകദേശം +1 +2 ഫുള്ള് കവർ ചെയ്യണം. പക്ഷേ നിങ്ങൾക്കറിയാം ഇതൊരു MCQ മോഡൽ എക്സാമാണ് PSC അല്ലേ. അപ്പോൾ ഇത് തിയറി അല്ല. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നോക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ യൂട്യൂബ് ക്ലാസ്സസിനെ നിങ്ങൾ മീൻസ് മറ്റുള്ള ഒരു ഫീ കൊടുത്തൊരു കോഴ്സ് എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ മറ്റ് ഒട്ടനവധി യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം നോക്കിയെടുത്തോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ സോഴ്സ് ഉപയോഗിച്ച് ഒരു കവർ ചെയ്ത് ഏകദേശം PYQs നോക്കാം,
ആ ഒരു ഏരിയാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. കെമിസ്ട്രിയും 15 മാർക്കിന് തന്നെയാണ് വരുന്നത്. എന്തൊക്കെ വരുന്നുണ്ട്? ബേസിക് കോൺസെപ്റ്റ്, അതായത് ബേസിക് കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയുമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ വരുന്നത്. അതും 15 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോട്ടണി 10 മാർക്കിന്, സുവോളജി 10, അതായത് ബയോളജി മൊത്തത്തിൽ 20 മാർക്കിനാണ് വരുന്നത്. സോ നമ്മുടെ എന്താ പറയുക, MLTൻ്റെ 50യുടെ കൂടെ ബയോളജി 20 എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റേജ് ഉണ്ടല്ലോ. അതായത് ബയോളജി ഓൾമോസ്റ്റ് ഒരുവിധം സയൻസ് പഠിച്ചവർക്കൊക്കെ എളുപ്പമുള്ള ഒരു ഏരിയ ആയിരിക്കും ബയോളജി. അപ്പോൾ ബയോളജി മൊത്തം എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ബോട്ടണിയും വരുന്നുണ്ട്, സെൽ സൈക്കിള്, പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്, ബയോടെക്നോളജി, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എക്കോളജി വരുന്നുണ്ട്, അതായത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. എക്കോസിസ്റ്റം ഉണ്ടല്ലോ, മറ്റേ നമ്മൾ ഫ്ലോ ചാർട്ട് വൈസ് ഒക്കെ എഴുതൂലേ, പുൽച്ചാടി, തവള, ആ സാധനമൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സുവോളജി വരുന്നുണ്ട്, അത് ഹ്യൂമൻ ഫിസിയോളജിയാണ്, നമ്മുടെ ഫുൾ സിസ്റ്റം. ആക്ച്വലി നമുക്കറിയാം, അത് 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നതല്ലേ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, locomotion and movement, neural control and coordination, chemical coordination and integration, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ ജെനറ്റിക്സ് ഉണ്ട്, ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ, ലാസ്റ്റ് അനിമൽ കിങ്ഡം. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഏകദേശം +2 പഠിക്കുന്ന ഫിസിക്സ്, +2 മാത്രമല്ല കേട്ടോ, +1 +2 പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടോപ്പിക്സ് ഓൾമോസ്റ്റ് 50 മാർക്കിന്, അതും 50 മാർക്കിന് MLT ടോപ്പിക്കും. അപ്പം നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, MLT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ MLT ടോപ്പിക്ക് നല്ല രീതിയിൽ കവർ ചെയ്യുക. 50 മാർക്കിൽ ഒരു 40 എങ്കിലും നോക്കുക, ബാക്കിയുള്ളത് 40 എങ്കിലും കിട്ടണം, അതനുസരിച്ച് പഠിക്കുക. പിന്നെ ബാക്കി ഇപ്പുറത്തോട്ട് നമ്മുടെ +1 +2 ടോപ്പിക്ക് വരുമ്പോഴത്തേക്ക് സെലക്റ്റീവായിട്ട് കൂടുതലും ചോദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസോ തപ്പി പിടിച്ച് പഠിക്കുക. പ്രത്യേകിച്ച് ബയോളജി നല്ല മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. കാരണം ബയോളജി ഇന്ന് കുത്തിയിരുന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുക. അങ്ങനെ ബയോളജിയും ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി എളുപ്പമുള്ളവർക്ക് അവർ അങ്ങനെ പഠിക്കുക, അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതെല്ലാം ഇച്ചിരി പാടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും യൂട്യൂബോ മറ്റ് സോഴ്സുകളോ ടെക്സ്റ്റ് ബുക്കോ ഗൈഡോ അല്ലെങ്കിൽ PYQs ഒക്കെ വെച്ചിട്ട് ആ ഏരിയാസ് ചോദിച്ചേക്കുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. 60 ദിവസത്തെ പ്ലാൻ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ. ബാക്കിയുള്ളത് വിട്ടേക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എന്തു വന്നാലും പഠിക്കുക എന്നുള്ള കാര്യം മസ്റ്റാണ്. നിങ്ങൾ അതുപോലെ ഈ 60 ദിവസം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനും. പിന്നെ ദൈവഭാഗ്യമുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമെന്ന് ഞാൻ പറയില്ല, തെറ്റല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ദൈവഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് കയറാനും സാധിക്കട്ടെ. താങ്ക് യു.